ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതിന് സാക്ഷിയാണ്. ഏതായാലും ഈ അപകടം കണ്ട ഒരു ദൃക്സാക്ഷിയില്ല. ഗംഗാവലി പുഴ മാത്രമാണ് ഇതിനൊരു സാക്ഷി. ഗംഗാവലി പുഴ സുരക്ഷിതമായി, അതായത് ജീവനോടെ അല്ലെങ്കിലും അർജുനെ ആ കുടുംബത്തിന് വിട്ടു നൽകി എന്നതാണ്. ഒരു സമയത്ത് രൗദ്രഭാവത്തോടുകൂടിയുള്ള ഗംഗാവലി പുഴയെ നമ്മൾ കണ്ടു. 70 ദിവസത്തിന് ശേഷം ഇപ്പോൾ വളരെ ശാന്തതയിൽ, ഒഴുക്കില്ലാതെ, താഴ്ച അടിയൊഴുക്കില്ലാതെ അത്തരത്തിൽ ആ ഒരു ഗംഗാവലി പുഴയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ആ ക്രെയിൻ, രണ്ടാമത്തെ ക്രെയിൻ ആ ലോറിക്കരികിലേക്ക് കൊണ്ടുപോകുന്ന ആ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ആ ക്രെയിൻ കൂടി ലോറിക്ക് ഉപയോഗിച്ച് ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തും. ആ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ക്രെയിൻ കരയിലേക്ക് വലിച്ചു കയറ്റും. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ലോറി കരയിലേക്ക് പൂർണ്ണമായും എത്തും. അതിനുശേഷമായിരിക്കും ഈ പരിശോധനകളെല്ലാം നടക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത്തരത്തിൽ ആ രണ്ടാമത്തെ ക്രെയിൻ, അതിനെ മുകളിലേക്ക് ഉയർത്താനുള്ള രണ്ടാമത്തെ ക്രെയിൻ സജ്ജമായിരിക്കുന്നു. അതിൽ വടം കെട്ടി മുകളിലേക്ക് കയറ്റിയാൽ ഈ ആദ്യത്തെ ക്രെയിൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കരയിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ മുൻഭാഗം, അത് സ്റ്റെയറിങ്ങിൻ്റെ അകത്ത് ഡ്രൈവ് ചെയ്ത ആ ഭാഗങ്ങളിലേക്ക് എത്താനുണ്ട്. അവിടെ പരിശോധന നടത്താനുണ്ട്. ആ പരിശോധനയായിരിക്കും പിന്നെ നടക്കുക. ഈ ഒരുപാട് പേർ ഇവിടെ ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വിലയിരുത്തുന്നത്. നേരത്തെ ഒക്കെ എങ്ങനെയായിരുന്നോ ദൗത്യമുണ്ടായത്, തിരച്ചിലുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവസാന നിമിഷത്തിലുള്ള ആ യാത്രയപ്പ്, ആ അരികിലെത്തി കൂടുതൽ പരിശോധന. എന്തായാലും നമ്മളൊക്കെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലോറിയുടെ ക്യാബിനകത്ത് അർജുനെ കണ്ടെത്തി എന്നത് തന്നെയാണ്. ലോറിയും അർജുനും, അത് ചോദ്യത്തിന് ഇന്നലെ ആ ഉത്തരം ലഭിച്ചു എന്നാണ്. മാസങ്ങളായി 2 മാസത്തിലധികമായി ആ ചോദ്യത്തിന് ഉത്തരം ഇന്നലെ ലഭിച്ചിരിക്കുന്നു. ഇനി കൂടുതൽ അവശേഷിച്ച എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനുള്ള ഈ ലോറിയുമായി ബന്ധപ്പെട്ട വർഷപ്പെടുന്ന വിദഗ്ധരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി വളരെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തുകയും പിന്നീട് അത് വലിച്ച് കരയിലേക്ക് കയറ്റാനും സാധിക്കും. ആ പരിശോധന നടക്കും. നമുക്ക് തത്സമയം തന്നെ ആ പരിശോധനയുടെ ദൃശ്യങ്ങളും നൽകാനാകും. അവസാനമായി എന്തെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ ലോറിക്ക് അകത്ത്, ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടായ സ്ഥലത്ത് നിന്നും ഒരു വസ്തു പോലും പുറത്തേക്ക് ഗംഗാവലി പുഴയിലേക്ക് പോയിട്ടില്ല എന്നാണ്. എന്താണോ അർജുൻ കൊണ്ടുവന്ന സാധനങ്ങൾ, എന്തൊക്കെയാണോ അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ, അതൊക്കെ ആ ലോറി അതിനകത്ത്, അർജുന്റെ പ്രിയപ്പെട്ട ലോറി അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിനെ ഇനി വെട്ടിപ്പൊളിച്ച് വേണം അത്തരം വസ്തുക്കളൊക്കെ പുറത്തെടുക്കാൻ. ആ വസ്തുക്കൾ പുറത്തെടുക്കാനുള്ള ശ്രമം ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഏത് സമയത്തും ആ ലോറി ഉയർത്തും. വലിയൊരു മൺതിട്ട അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരാള്, ചുവന്ന ഷർട്ടിട്ട ആളിരിക്കുന്ന ആ മൺതിട്ട അത് കടന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം വലിച്ച് കരയിൽ കയറ്റാൻ ഉള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും ആ ജോലി ഇത് ആരംഭിച്ചിരിക്കുന്നു. ക്രെയിൻ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഒരു ക്രെയിനും കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് 3 ക്രെയിൻ, നമുക്ക് അതുകൂടി ദൃശ്യങ്ങൾ കാണാം. മൂന്നാമത്തെ ക്രെയിൻ കൂടി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന അവസാനഘട്ട ആ പരിശോധനയ്ക്കായുള്ള ഒരു തയ്യാറെടുപ്പാണ് അർജുന്റെ ലോറിയുടെ അവസാനം. ഇപ്പോൾ ക്രെയിൻ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇപ്പോൾ ക്രെയിൻ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇനി ഒരു പക്ഷേ ലോറി മുകളിലേക്ക് ഉയർത്തുന്നത് നമുക്ക് തത്സമയം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ലോറി ഉയർത്തുന്നു. ആളുകളൊക്കെ അവിടെ നിന്നും വലിയ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമില്ലെങ്കിൽ ആ വലിയ ഉയരത്തിൽ, ഇപ്പോൾ പുഴയുടെ ഒരു മൺതിട്ട രൂപപ്പെട്ട കരയിലേക്കാണ് ലോറി കയറ്റി വെച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ ലോറി നമുക്കിപ്പോൾ ഉയർത്തുന്ന തത്സമയ ദൃശ്യങ്ങൾ തന്നെ കാണാം. അത് ക്രെയിൻ പ്രവർത്തിച്ചു തുടങ്ങി. ആ ലോറി ഇപ്പോൾ മുകളിലേക്ക് ഉയരുകയാണ്. വീണ്ടും എല്ലാ കണ്ണുകളും അർജുന്റെ പ്രിയപ്പെട്ട ആ ലോറിയിലേക്കാണ്. നമുക്ക് തത്സമയം തന്നെ ആ ദൃശ്യങ്ങൾ കാണാം. തിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഓടിച്ചിരുന്ന ലോറി മുകളിലേക്ക്, ഗംഗാവാലിയുടെ തീരത്ത് നിന്ന് മുകളിലേക്ക് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താൻ ശ്രമിക്കുന്നു. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ലോറി മുകളിലേക്ക് ഉയർത്തുന്നത്. മറ്റൊരു ക്രെയിൻ കൂടി ഉയർത്തുന്നതിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും വടം പൊട്ടിയതിനാൽ ലോറി മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ തീരത്ത് തന്നെ, ഗംഗാവലിയുടെ തീരത്ത് തന്നെ ലോറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ ലോറി മുകളിലേക്ക് ഉയർത്തുകയാണ്. 2 ക്രെയിനുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ലോറി ഉയർത്തുന്നത്. അർജുൻ അപകടത്തിൽപ്പെടുമ്പോൾ ഓടിച്ചിരുന്ന വാഹനം, അർജുൻ്റെ പ്രിയപ്പെട്ട
വാഹനമാണിത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതാണ് വാഹനത്തിൻ്റെ ക്യാബിൻ വലിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വാഹനം പൊട്ടി അടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല, ചിന്ന ഭിന്നമാകുന്ന സാഹചര്യം ഉണ്ടായില്ല. അതുതന്നെയാണ് അർജുനെ കണ്ടെത്താൻ ഏറ്റവും സഹായകരമായത്. അർജുന ക്യാബിനിൽ ഉണ്ടായിരുന്നു, വാഹനത്തിന്റെ ക്യാബിൻ അടർന്നു മാറിയിരുന്നില്ല, പ്രദേശത്ത് നിന്ന് ഒഴുകിപ്പോയിരുന്നില്ല എന്നതൊക്കെയാണ് അർജുനെ കണ്ടെത്താൻ കൂടുതൽ സഹായകമായത്. അതേസമയം മറ്റ് 3 ലോറികൾ, അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന 3 ലോറികൾ പൂർണ്ണമായും തന്നെ തകർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ലോറികളുടെ ഭാഗങ്ങൾ മാത്രമാണ് തെരച്ചിൽ സംഘത്തിന് കണ്ടെത്താനും സാധിച്ചത്. എന്നാൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി അതേതാണ്ട് പൂർണ്ണമായ നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ് അർജുൻ്റെ ശരീരം, മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ബൈജു സൂചിപ്പിക്കുന്നത് പോലെ ഈ ക്യാബിനകത്ത് അർജുൻ്റെ വസ്തുക്കൾ, മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടോ? കൂടുതൽ വസ്ത്രങ്ങൾ കരുതും. സാധാരണ നിലയിൽ ലോങ് ട്രിപ്പാണ് ഇത്തരം വാഹനങ്ങൾ പോകുക, അതുകൊണ്ട് തന്നെ നിരവധി വസ്ത്രങ്ങളടക്കമൊക്കെ കരുതി വെക്കാറുണ്ട്. ക്യാബിനിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഉള്ളത്. ഒരാൾക്ക് കൃത്യമായി കഴിയുന്നതിന് ഉറങ്ങുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഈ മോഡലിൽ ഉണ്ട്, ഇത്തരം ബെൻസ് ലോറികളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ആയിരിക്കണം അർജുൻ യാത്ര ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അർജുൻ്റെ ശരീരഭാഗങ്ങൾ കൂടുതലായി ക്യാബിനിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് KV ബൈജു ശിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ശരീരഭാഗങ്ങൾ കൂടി കുടുംബത്തിന് വിട്ടു നൽകും. സംസ്കാര ചടങ്ങിൽ കഴിയുന്നത്ര ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമം അല്പസമയത്തിനകം നടക്കും. ഒരു പക്ഷേ അല്പസമയത്തിനകം ഈ ലോറി സുരക്ഷിതമായ ഒരിടത്തേക്ക് കരയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ക്യാബിൻ വെട്ടിപ്പൊളിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താൻ സാധിക്കുക. അർജുൻ്റേതായ മറ്റു വസ്തുക്കൾ, വസ്ത്രങ്ങളോ മറ്റു വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും ആഭരണങ്ങളോ അതല്ല എങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇനിയും ആ ക്യാബിനിൽ ശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴത് പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ നേരത്തെ KV ബൈജു പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ക്യാബിനിൽ നിന്ന് കൂടുതൽ സാധനങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഗംഗാവലി പുഴ എന്നത് വളരെ വീതി കൂടിയ പുഴയാണ്. പ്രത്യേകിച്ച് ജലസംഭരണ ശേഷി കൂടുതൽ ഉള്ളപ്പോൾ ഏതാണ്ട് 400 മീറ്റർ വരെയൊക്കെ വീതി ഉണ്ടാകുന്ന പുഴയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞിരിക്കുന്നു, ജലശേഷി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എളുപ്പത്തിൽ വാഹനം കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. തെളിഞ്ഞ വെള്ളം കൂടിയാണ് ഇപ്പോൾ പുഴയിലൂടെ ഒഴുകുന്നത്. ഈ അപകട സമയത്ത് കലങ്ങി മറിഞ്ഞ് അതിതീവ്രമായ അതിശക്തമായ അടിയൊഴുക്കും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. 8 നോട്ട് വരെ ആയിരുന്നു അടിയൊഴുക്ക് എന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ശ്രമകരമായി മാറുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ജലനിരപ്പ് വളരെയധികം താഴ്ന്നിട്ടുണ്ട്, അടിയൊഴുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ലോറി എളുപ്പത്തിൽ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ കരയിൽ നിന്ന് ഉയർത്തി സുരക്ഷിതമായ ഇടത്തേക്ക് ലോറി മാറ്റുന്നതിനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് വടം കെട്ടി വലിച്ചു മാറ്റുന്ന, ഉയർത്തി മാറ്റുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ അപകടം നടന്നപ്പോൾ ദേശീയപാതയിൽ ടൺ കണക്കിന് മണ്ണാണ് ഇടിഞ്ഞ്, വലിയ ചെങ്കുത്തായ മലകൾ ആണ് അപകടത്തിൽ ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ദേശീയപാത 66-ന്റെ ഒരു ഭാഗത്ത് ചെളിയോടുകൂടിയ മണ്ണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്, ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ക്രെയിനുകളും വഹിച്ചുകൊണ്ടുള്ള വാഹനം പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ആ പ്രദേശത്ത് കൂടി നീങ്ങുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോറി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. മറ്റൊരു ക്രെയിൻ കൂടി ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോറി, അർജുൻ ഓടിച്ചിരുന്ന ലോറി കരയിലേക്ക് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാവുന്ന ഇടത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള ശ്രമം നടക്കുന്നു. KV ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, അവിടെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു, അർജുനെ കണ്ടെത്തുന്നു, അത് കരയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പോലും മാറ്റി സ്ഥാപിക്കുക എന്നതുപോലും അങ്ങേയറ്റം ശ്രമകരം എന്ന് പറയേണ്ടിയിരിക്കുന്നു.